നമസ്കാരം. നമ്മളെല്ലാവരും രാജ്യത്ത് ഈ പറയുന്ന പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും എക്സൈസ് തീരുവ കുറച്ചു എന്ന് കേട്ടപ്പോൾ ഏകദേശം 10 എന്ന് പറയുന്ന നിലയിലേക്ക് കുറച്ചു, 10 രൂപ കുറച്ചു. 10 രൂപ കുറയ്ക്കുമ്പോൾ സ്വാഭാവികമായും പെട്രോളിന് 3 രൂപയിൽ എന്ന് പറയുന്നൊരു കണക്കിലേക്ക് എത്തുന്ന എക്സൈസ് തീരുവ, ഡീസലിനാകട്ടെ അങ്ങനെ എക്സൈസ് തീരുവ എന്നുള്ള നിലയിലേക്ക് ഒന്നുമില്ല എന്നുള്ളതാണ്. അപ്പോൾ ടാക്സ് കുറച്ചു. സ്വാഭാവികമായിട്ടും കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിലുള്ള എല്ലാവരും ഈ പറയുന്ന പോലെ ഒരു വലിയ സന്തോഷത്തിലേക്ക് പോയി. ഇതിനിടയ്ക്ക് നയാറ എന്ന് പറയുന്ന ഒരു കമ്പനിക്കാർ അവരുടെ പെട്രോളിന് 5 രൂപയും ഡീസലിന് 3 രൂപയും വില വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടി നമ്മുടെ രാജ്യത്തുണ്ടായി. അപ്പോൾ അങ്ങനെ പെട്രോളിനും ഡീസലിനും വില വർദ്ധിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം കഴിഞ്ഞ കാലത്തെക്കാട്ടിൽ 70 എന്ന് പറയുന്ന ഒരു ബാരലിനുള്ള വില ഇന്നിപ്പോൾ യുദ്ധമൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അത് ഏകദേശം $122 എന്ന് പറയുന്ന ഒരു വലിയ തുകയിലേക്ക് അത് വർദ്ധിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ പെട്രോളിന് അല്ലെങ്കിൽ ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ഈ എണ്ണ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലൊരു നഷ്ടം സഹിക്കേണ്ടി വരുന്നു. സർക്കാരിൻ്റെ കണക്കുകൾ പ്രകാരം ഏകദേശം 2400 കോടി രൂപയാണ് ഓരോ കമ്പനികൾക്കും പ്രതിദിനം ഉണ്ടാവുന്ന നഷ്ടം. ഇപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും എക്സൈസ് തീരുവ രാജ്യത്ത് കുറയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ നേട്ടം പൊതുജനങ്ങളിലേക്ക് എത്തുന്ന ഒരു സംവിധാനമാണ് നമ്മൾ പലപ്പോഴും പ്രതീക്ഷിക്കുന്നത്. എന്നാൽ അങ്ങനെ ഒരു നീക്കമല്ല സത്യത്തിൽ ഉണ്ടായിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഈ വിലക്കുറവ്, അതായത് ഇപ്പോൾ 10 രൂപ കുറയുമ്പോൾ നിലവിൽ നമ്മളിവിടെ പെട്രോൾ മേടിക്കുന്നത് 110 രൂപയ്ക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പെട്രോളിൻ്റെ വില 100 എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് എത്തും. ഡീസൽ നമ്മൾ 96 രൂപയ്ക്കാണ് അടിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ നോക്കുമ്പോൾ അതിനനുസരിച്ച് ഏകദേശം ഒരു 86 എന്ന് പറയുന്ന റേഞ്ചിലേക്കും എത്താനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെ വരുമ്പോൾ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില ഇങ്ങനെ കുറയും എന്ന് നമ്മൾ സ്വാഭാവികമായും തെറ്റിദ്ധരിക്കും. എന്നാൽ അങ്ങനെയല്ല സംഭവിക്കുന്നത്. കാരണം ഈ പറയുന്ന പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർധനവ് കാരണം 2400 കോടി രൂപയോളം പ്രതിദിന നഷ്ടം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ എണ്ണ കമ്പനികൾക്ക് ലാഭം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ, അതായത് അവർക്ക് നഷ്ടമില്ലാതെ ഇത് നടത്തിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം UPA സർക്കാരിൻ്റെ കാലഘട്ടത്തിലെ വിപ്ലവകരമായ ഒരു തീരുമാനമായിരുന്നു ഈ പറയുന്ന പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിപ്പിക്കാനുള്ള അവകാശം അതത് എണ്ണ കമ്പനികൾക്ക് വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു തീരുമാനം. ആ ഒരു തീരുമാനം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് നമ്മുടെ രാജ്യത്ത് 50 രൂപ വിലയുണ്ടായിരുന്ന പെട്രോള് ഇന്ന് നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് 110 രൂപ എന്നുള്ള കണക്കിലാണ്. ഏകദേശം ഒരു 15 വർഷം കൊണ്ടോ അല്ലെങ്കിൽ 5 വർഷം കൊണ്ടോ 10 വർഷം കൊണ്ടോ നമ്മുടെ രാജ്യത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കുണ്ടായ വർദ്ധിച്ച വില അങ്ങനെ തന്നെയാണ് നമ്മൾ കണക്കാക്കേണ്ടത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഓരോ ദിവസവും ഇങ്ങനെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം. എന്നാൽ പല സമയങ്ങളിലും തെരഞ്ഞെടുപ്പ് അടുക്കുന്ന കാലഘട്ടത്തിൽ പെട്രോൾ വില ഇങ്ങനെ ചെറിയ ചെറിയ പോയിന്റുകൾ വെച്ച് ഇങ്ങനെ കൂടുന്ന ഒരു സാഹചര്യം നേരത്തെ ഇങ്ങനെ കണ്ടുവരുന്നുണ്ടായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് സ്വിച്ചിട്ട പോലെ ഈ വില വർദ്ധിക്കുന്ന നടപടി അവിടെ നിൽക്കുകയും എന്നിട്ട് അതിനുശേഷം നമുക്കറിയാം കഴിഞ്ഞ 2 വർഷത്തിന് മുൻപൊക്കെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർധനവ് എല്ലാ ദിവസവും നമ്മൾ വാർത്തകളായി കൊടുത്തുകൊണ്ടിരുന്നു. 1 രൂപ കൂടി, 50 പൈസ കൂടി, 80 പൈസ കൂടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ തന്നെ വാർത്തകൾ നിരവധി കൊടുത്തുകൊണ്ടിരുന്നതാണ് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർധനവ് മാത്രമായി. എന്നാൽ തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് കഴിയുമ്പോഴേക്ക് ഈ വില വർധനവ് പിന്നെ നമ്മളാരും പിന്നീട് ശ്രദ്ധിക്കാതെയായി. കാര്യം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. എന്നും ഒന്നും വാർത്ത കൊടുക്കാനോ നമുക്ക് പറ്റില്ലല്ലോ, അപ്പോൾ എല്ലാ ദിവസവും കൊടുക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ വന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഈ പറയുന്ന പോലെയുള്ള ഈ വില, അതായത് ഈ പറയുന്ന അന്താരാഷ്ട്ര വിപണിയിൽ നിന്ന് ക്രൂഡ് ഓയിൽ 170 കൊടുത്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ $70 കൊടുത്തുകൊണ്ടിരുന്ന ക്രൂഡ് ഓയിൽ 122 രൂപയ്ക്ക് എടുക്കേണ്ടി വരുമ്പോൾ ഈ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന നഷ്ടം നികരണമെങ്കിൽ സർക്കാർ ഇവർക്ക് ചുമത്തിയിരിക്കുന്ന എക്സൈസ് ഡ്യൂട്ടി പ്രതി ലിറ്റർ എന്നുള്ള കണക്കിൽ നിന്ന് വെട്ടിക്കുറയ്ക്കണം. അപ്പോൾ അത്രയും തുക ഇവർക്ക് സർക്കാരിലേക്ക് കൊടുക്കേണ്ട ഒരു ആവശ്യം ഈ പറയുന്ന എണ്ണ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അപ്പം ഇവർ വിൽക്കുന്ന അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും നിലവിലുള്ള വിലയനുസരിച്ച് ഈ എക്സൈസ് ഡ്യൂട്ടിയും കഴിച്ച് ഇവർക്ക് ലാഭകരമായി ആ ബിസിനസ് കൊണ്ടു നടക്കാൻ കഴിയും എന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഈ തരത്തിലൊരു നീക്കത്തിലേക്ക് പോയത്. അപ്പം ഇത് നമ്മളിവിടെ ഹർദീപ് സിംഗ് പുരിയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ആരും സന്തോഷിച്ച് പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ വില വർധനവ് ഏത് രീതിയിലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ തന്നെ നമ്മൾ ഇന്ന് എത്ര രൂപയ്ക്കാണോ പെട്രോളും ഡീസലും അടിച്ചിരിക്കുന്നത് ആ വിലയ്ക്ക് തന്നെ തുടർന്ന് നമ്മൾ അടിക്കേണ്ടി വരും. ഇനി ഒരുപക്ഷെ ഇനിയും പെട്രോളിൻ്റെ വില ചിലപ്പോൾ വീണ്ടും എക്സൈസ് ഡ്യൂട്ടി വീണ്ടും ഈ 10 രൂപ കുറച്ചുകൂടെ വേണമെങ്കിൽ കുറയ്ക്കാനുള്ള സാഹചര്യത്തിലേക്ക് എത്താൻ, അതായത് ഇതിൻ്റെ രണ്ടിൻ്റെയും എക്സൈസ് ഡ്യൂട്ടി കുറയ്ക്കാൻ വരെ വേണമെങ്കിൽ പോലും നമ്മുടെ കേന്ദ്ര സർക്കാർ തയ്യാറാകും. കാര്യം ഇവിടുത്തെ സാധാരണക്കാരുടെ ജീവിതമല്ല ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇവിടുത്തെ കോർപ്പറേറ്റുകളുടെ വളർച്ചയാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. അതാണ് നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമുദ്ര.
അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ഈ പറയുന്ന പോലെ ഇവരുടെ നഷ്ടം നികത്താൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ഇനി എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യും. പക്ഷേ ഇതിൻ്റെ ഒന്നും ഗുണഫലം നമുക്ക് ലഭിക്കില്ല എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഈ യുദ്ധം എന്ന് പറയുന്ന ഒരു പ്രതിസന്ധി വന്നതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ ലോകം മുഴുവനായി ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി ഉടലെടുത്ത് വന്നതും ഈ രീതിയിൽ നമുക്കും ഈ തരത്തിലുള്ള പ്രതിസന്ധികളിലേക്കും ഈ പറയുന്ന നഷ്ടത്തിലേക്കുമൊക്കെ നമുക്കും സഞ്ചരിക്കേണ്ടി വരുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അപ്പം നമുക്ക് എന്തു തന്നെയാണെങ്കിലും യുദ്ധം എന്ന് പറയുന്നത് നമ്മൾ നേരിട്ട് യുദ്ധമെന്ന് പറയുന്ന ഒരു സാധനം നമ്മളെ പശ്ചിമേഷ്യയിൽ നടക്കുന്ന ആ യുദ്ധം നമ്മളെ ബാധിക്കില്ല എങ്കിൽ പോലും ഈ രീതിയിലൊക്കെ ഓരോ ജനതയും ഓരോ രാജ്യത്തെ ഓരോ ജനതയും അത് ബാധിക്കുമെന്നുള്ള കാര്യം വാസ്തവമാണ് എന്നിപ്പോൾ നമുക്ക് ബോധ്യപ്പെട്ടു.